നമസ്കാരം. സിറ്റി ന്യൂസ് ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പള്ളിക്കര പൂച്ചക്കാട് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 14 കുട്ടികളെ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി പള്ളിക്കര പൂച്ചക്കാട്ടെ ഒരു ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഷവർമ കഴിച്ചാണ് ഭക്ഷ്യവിഷബാധയുണ്ടായതെന്ന് സംശയിക്കുന്നു. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ബേക്കൽ പോലീസും വിശദമായ പരിശോധന ആരംഭിച്ചു. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് 19-ന് തുറന്നു നൽകും. മാസങ്ങളായുള്ള ഗതാഗത കുരുക്കിന് ഇതോടെ പരിഹാരമാകുമെന്ന ആശ്വാസത്തിലാണ് കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾ. മലയാളികൾക്ക് എന്നും ലഹരിയാണ് ചെണ്ടമേളം. അത് കൊച്ചുകുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന 50ഓളം പേരുടെ ചെണ്ടമേളമാവുമ്പോൾ അതിന് കൊഴുപ്പിത്തിരി കൂടും. കാസർഗോഡ് അരവത്ത് നാട്യരത്നം കണ്ണം പട്ടാളി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചെണ്ട അരങ്ങേറ്റം താളമേളങ്ങളിലൂടെ വിസ്മയം തീർത്തു. കാഞ്ഞങ്ങാട് KSRTC സബ് ഡിപ്പോയ്ക്ക് ഓണസമ്മാനമായി ലഭിച്ച പുതിയ 2 സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നടന്നു. ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചിങ്ങനിലാവ് എന്ന പേരിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. കാഞ്ഞങ്ങാട് UBMC സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഉത്തംദാസ് T ഉദ്ഘാടനം ചെയ്തു. ആസ്കാലമ്പാടി കർഷക ദമ്പതികളെ ആദരിച്ച് ശ്രദ്ധേയമായി. കർഷക ദമ്പതികളായ രമേശ്വര നായക്കിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയുമാണ് ഊഷ്മളമായ ചടങ്ങിൽ ആദരിച്ചത്. ആസ്കാലമ്പാടിയുടെ കർഷക ദിനാഘോഷം ഗ്രാമത്തിലെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും സന്തോഷം പങ്കിടാനുമുള്ള വേദിയായി മാറി. ചെറുവത്തൂർ കൈതക്കാട് ശാഖ മുസ്ലിം ലീഗ് സമ്മേളനവും ബൈത്തുർ റഹ്മ താക്കോൽ ദാനവും സെപ്റ്റംബർ 10-ന് കൈതക്കാട് നടക്കും. പൊതുസമ്മേളനം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പള്ളിക്കര പൂച്ചക്കാട് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 14 കുട്ടികളെ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി പള്ളിക്കര പൂച്ചക്കാട്ടെ ഒരു ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഷവർമ കഴിച്ചാണ് ഭക്ഷ്യവിഷബാധയുണ്ടായതെന്ന് സംശയിക്കുന്നു. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ബേക്കൽ പോലീസും വിശദമായ പരിശോധന ആരംഭിച്ചു. പൂച്ചക്കാട് ഇന്നലെ രാത്രി സംഘടിപ്പിച്ച നബിദിനാഘോഷ പരിപാടിയിൽ ഭക്ഷണം വിളമ്പിയിരുന്നു. പള്ളി പരിസരത്ത് പാചകം ചെയ്ത ഭക്ഷണം തികയാതെ വന്നതോടെ ശേഷിച്ചവർക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്നും ഷവർമ വാങ്ങി നൽകി. ഇത് കഴിച്ചവർക്കാണ് അസ്വസ്ഥതയുണ്ടായതെന്നാണ് പരാതി. പഴകിയ ഷവർമയാണ് നൽകിയതെന്ന് പരാതിയുണ്ട്. ഞങ്ങളെ പൂച്ചക്കാട് പ്രദേശം എന്ന സ്ഥലത്ത് ഒരു ഹോട്ടലുണ്ട്, ബോംബെ ഹോട്ടൽ എന്ന് അതിൻ്റെ പേര്. അപ്പോൾ ഇന്നലെ നമ്മുടെ അടുത്ത കുട്ടികൾ നബിദിന പരിപാടി എല്ലാം ഉണ്ടായതുകൊണ്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു 15 ഷവർമ കൊണ്ടുവന്നു. അത് കഴിച്ച് പിന്നെ അവർക്ക് ഛർദിയും വയറുവേദനയും തലവേദനയും എല്ലാം ഉണ്ടായി. അങ്ങനെ ഞങ്ങളപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നിട്ട് നോക്കുമ്പോൾ അത് പഴകിയ ഒരു സാധനമാണ്. എല്ലാവർക്കും അവിടെ കൂടിയ ആൾക്കെല്ലാം അറിയാതെ ഒരു 5-6 ദിവസം പഴക്കമുള്ള സാധനം എന്നുള്ളത് പോലീസുകാരും അതിൻ്റെ സ്മെല്ല് ഇതെല്ലാം കണ്ട് പറഞ്ഞിട്ടായിട്ട് അതിൻ്റെ ആ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴകിയ സാധനം എന്നുള്ളത്. അതുകൂടാണ്ട് അവർ തന്നെ ഹോട്ടലുടമ തന്നെ പറഞ്ഞ് അത് പഴകിയത് 4-5 ദിവസത്തെ ആയിപ്പോയി, സോറി എന്നാണ് അവർ പറയുന്നുള്ളത്. ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്ന് ഇന്നലെ രാത്രി ഇവിടെ ഡിസ്ചാർജ് ആക്കി. ഡോക്ടർ പറഞ്ഞ് ഇന്നമാതിരി അഡ്മിറ്റ് ആക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇന്നും കൂടി നോക്കിയിട്ട് കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റും, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞ ഡോക്ടർ. വൈകുന്നവരെ നോക്കിയിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെൽത്തുകാരും മറ്റേ ഫുഡ് ഇൻസ്പെക്ടറെല്ലാം അവിടെ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. അവർ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമാതിരിയുള്ള എല്ലാ ഹോട്ടലിലും ഇതുമാതിരി ഹെൽത്തുകാരും ഫുഡിൻ്റെ ആൾക്കാരും കയറിയെങ്കിലും ഒരു പരിധിവരെ നമ്മൾക്ക് ഈ ഭക്ഷണത്തിൽ രക്ഷപ്പെടാൻ പറ്റും. അവശനിലയിലായ കുട്ടികളെ കാഞ്ഞങ്ങാട് മൻസൂർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ബേക്കൽ പോലീസും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് 19-ന് തുറന്നു നൽകും. മാസങ്ങളായുള്ള ഗതാഗത കുരുക്കിന് ഇതോടെ പരിഹാരമാകുമെന്ന ആശ്വാസത്തിലാണ് കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾ. കാഞ്ഞങ്ങാട്ടുകാരുടെ മാസങ്ങളായുള്ള കാത്തിരിപ്പിന് ഒടുവിൽ വിരാമം. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് 19-ന് ഉദ്ഘാടനത്തോടുകൂടി തുറന്നു നൽകും. ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്യാനായി ഏപ്രിൽ 1-നാണ് അടച്ചിട്ടത്. നീണ്ടകാലം ബസ് സ്റ്റാൻഡ് അടച്ചിടുന്നതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. വ്യാപാരികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു.
ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബസ് സ്റ്റാൻഡ് കോൺക്രീറ്റ് ചെയ്ത് വേഗത്തിൽ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 6 ബസ് സ്റ്റാൻഡ് തുറന്നു നൽകണമെന്ന കമ്മീഷൻ ഉത്തരവ് ഇറക്കിയിരുന്നു. യാർഡിന്റെ പണി പൂർത്തിയായെങ്കിലും കോൺക്രീറ്റ് ഉറയ്ക്കാതെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഫിറ്റ്നസ് നൽകില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺക്രീറ്റ് പൂർണ്ണമായി ഉറച്ച് 19 ഉദ്ഘാടനത്തോടെ ബസ് സ്റ്റാൻഡ് തുറന്നു നൽകാൻ തീരുമാനിച്ചതെന്ന് നഗരസഭാ അധ്യക്ഷ KV സുജാത പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ അധീനതയിലുള്ള കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് അതിൻ്റെ യാർഡ് കോൺക്രീറ്റ് വർക്ക് പൂർത്തിയായിരിക്കുകയാണ്. നിരവധി നാളുകളായി എല്ലാവരുടെയും ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ അനുഭവിച്ചിരുന്നൊരു പ്രശ്നമായിരുന്നു ബസ് സ്റ്റാൻഡ് യാർഡിലെ കുഴികൾ. അതൊക്കെ അറ്റകുറ്റപ്പണി നടത്തി മുഴുവനായും തന്നെ 63 ലക്ഷം രൂപ ചെലവിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് പണി പൂർത്തിയായിട്ടുള്ളത്. അതിൻ്റെ സൈഡിലൂടെ ആളുകൾക്ക് നടന്നു വരാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഡ്രെയിനേജും അതുപോലെ അതിൻ്റെ കൈവരികളും തീർക്കുന്നതിന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് വേറെ തന്നെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ യാർഡിൻ്റെ പ്രവർത്തനം പൂർത്തിയായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ഘാടനം 19-ാം തീയതി ഈ സെപ്റ്റംബർ 19 രാവിലെ 10 മണിക്ക് നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ വളരെ നന്നായിട്ടാണ് ആ കോൺക്രീറ്റ് യാർഡ് ചെയ്തിട്ടുള്ളത്. ഓണാഘോഷത്തിൻ്റെ സമയത്തൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് എല്ലാവരും സഹിച്ചു. അതുപോലെ തന്നെ ജനങ്ങളൊക്കെ തന്നെ നല്ല രൂപത്തിൽ, വ്യാപാരികളും ജനങ്ങളും ഒക്കെ തന്നെ നല്ല രൂപത്തിൽ സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് ആ വർക്ക് തീർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് 19-ന് തുറക്കുകയാണ്. 63 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ബസ് സ്റ്റാൻഡ് നവീകരിച്ചത്. കൈവരികൾ സ്ഥാപിക്കാനും ടൈൽസ് വിരിക്കാനും 5 ലക്ഷം കൂടി നഗരസഭ അധികമായി വകയിരുത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് അടച്ചിട്ടതോടെ ബസ്സുകൾ സംസ്ഥാന പാതയോരത്ത് നിർത്തിയാണ് ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്തിരുന്നത്. ഇത് നഗരത്തിൽ ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലയാളികൾക്ക് എന്നും ലഹരിയാണ് ചെണ്ടമേളം. അത് കൊച്ചുകുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന 50ഓളം പേരുടെ ചെണ്ടമേളമാവുമ്പോൾ അതിന് കൊഴുപ്പിച്ചിരി കൂടും. കാസർഗോഡ് അരവത്ത് നാട്യരത്നം കണ്ണൻ പട്ടാളി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചെണ്ട അരങ്ങേറ്റം താളമേളങ്ങളിലൂടെ വിസ്മയം തീർത്തു. കുഞ്ഞുകരങ്ങളിൽ ചെണ്ടയിൽ വിസ്മയം തീർത്തത് കണ്ടുനിന്ന കാണികളിൽ കൗതുകവും സന്തോഷവും ഉണർത്തി. കേരള ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉള്ള ന്യൂ ജനറേഷൻ്റെ ഒരുപാട് പോരായ്മകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ സിദ്ധികളാണ് നമ്മുടെ ലഹരി എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അതിനപ്പുറം നല്ലൊരു ലഹരി ഇല്ല, സത്യമാണ്. സംഗീതമായാലും നൃത്തമായാലും വാദ്യമേളമായാലും ഏത് രംഗമായാലും കല എന്ന് പറയുന്നത് കാ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കാ എന്ന് പറഞ്ഞാൽ വെൻ വേർ വൈ ഹൂ എന്നൊക്കെ അർത്ഥമാണ്. ആര് എപ്പോഴും എന്ത് എവിടേക്ക് എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ ഉത്തരമാണ് ല. നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്താണോ അതാണ് കല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ സിദ്ധികളാണ് നിങ്ങളുടെ ലഹരി. കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ IPS മയക്കുമരുന്ന് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ദേശീയ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത ചെണ്ട വിദ്വാനുമായ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമമാരാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മുരളീധരൻ മാസ്റ്റർ വെള്ളിക്കോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രസ്റ്റ് സെക്രട്ടറി AK ഉദയഭാനു സ്വാഗതം പറഞ്ഞു. P. ലക്ഷ്മി, ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് മധു മുതിയക്കാൽ, ഡോക്ടർ ജയരാജൻ, അഡ്വക്കേറ്റ് പത്മനാഭൻ, ഭാസ്കരൻ ഉദുമ തുടങ്ങിയവർ സംസാരിച്ചു. സൂപ്രണ്ട് ഓഫ് പോലീസ് ബാലകൃഷ്ണൻ നായർ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ലക്ഷ്മി, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ എന്നിവർ ചടങ്ങിൽ അതിഥികളായി പങ്കെടുത്തു. പനയാൽ മോഹനമാരാരുടെയും അരവത്ത് ബാലചന്ദ്രന്റെയും ശിക്ഷണത്തിലാണ് 50 കലാകാരന്മാർ ചെണ്ടയിൽ വിസ്മയം തീർത്തത്. ബാലചന്ദ്രൻ അവതരിപ്പിച്ച തായമ്പകയും മോഹനമാരാരും പ്രഭാകരമാരാരും ചേർന്നൊരുക്കിയ ഇരട്ട തായമ്പകയും ശ്രദ്ധേയമായി.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് KSRTC സബ് ഡിപ്പോയ്ക്ക് ഓണസമ്മാനമായി ലഭിച്ച പുതിയ 2 സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നടന്നു. ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. KSRTC കാഞ്ഞങ്ങാട് സബ് ഡിപ്പോയ്ക്ക് അനുവദിച്ച 2 പുതിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം E ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. കാഞ്ഞങ്ങാട് സബ് ഡിപ്പോയിൽ KSRTC സബ് ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ട വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് എന്ന നിലയിലാണ് നമ്മൾ ഈ കാര്യം നിർവഹിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് സബ് ഡിപ്പോയിൽ നിന്ന് പുതിയ വണ്ടി വരികയാണ്. ആ 2 വണ്ടികളെ നമുക്ക് പത്തനംതിട്ടയിലേക്ക് ഓടിക്കാൻ സൗകര്യമുണ്ടാകുക എന്ന് പറയുന്ന ഒരു വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഈ വണ്ടി അയക്കുന്നതിന് വേണ്ടി KSRTCയുടെ അധികൃതർ നിലയിൽ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെ ഇതിനെ ആവശ്യമായ എല്ലാ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയവരെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. പുതിയ ബസ്സുകൾ അനുവദിക്കുമ്പോൾ ജില്ലയോട് കാണിക്കുന്ന അവഗണന മാറിയതായി അദ്ദേഹം പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ KV സുജാത, വാർഡ് കൗൺസിലർ K ലത, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PT നന്ദകുമാർ, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ആൽവിൻ T സേവ്യർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് ഫ്ളാഗ് ഓഫിന് ശേഷം E ചന്ദ്രശേഖരൻ MLAയും നഗരസഭാ അധ്യക്ഷ KV സുജാതയും ജീവനക്കാരും ഉൾപ്പെടെ നഗരത്തിലൂടെ ബസ്സിൽ യാത്ര ചെയ്തത് വേറിട്ട അനുഭവമായി മാറി. യാത്രയ്ക്കിടയിൽ നഗരസഭാധ്യക്ഷയുടെ കവിതാലാപനം കൂടിയായപ്പോൾ യാത്രയ്ക്ക് പകിട്ട് തിരികൂടി. വൈകിട്ട് 5:10 കാഞ്ഞങ്ങാട്ട് നിന്നും പുറപ്പെടുന്ന ബസ് രാവിലെ 7:40 പത്തനംതിട്ടയിൽ എത്തും. പത്തനംതിട്ടയിൽ നിന്ന് വൈകിട്ട് 6 മണിക്ക് പുറപ്പെടുന്ന ബസ് രാവിലെ 7:40 കാഞ്ഞങ്ങാട് എത്തിച്ചേരുന്ന വിധത്തിലാണ് സമയക്രമം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിജീവനത്തിന്റെ വഴിയിൽ കലയെ ചേർത്ത് പിടിച്ച പുല്ലൂരിലെ കാശിനാഥന്റെ ഓർമ്മയ്ക്കായി വണ്ണാർവയൽ അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ സർഗോത്സവം നടത്തി. സർഗോത്സവം ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ ഉദ്ഘാടനം ചെയ്തു. അതിജീവനത്തിന്റെ വഴിയിൽ കലയെ ചേർത്ത് പിടിച്ച പുല്ലൂരിലെ കാശിനാഥിന്റെ ഓർമ്മയ്ക്കായാണ് വണ്ണാർവയൽ അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ സർഗോത്സവം നടത്തിയത്. പരിമിതികളെ മറികടന്നുകൊണ്ടാണ് കാശിനാഥൻ നൃത്തത്തിലൂടെ ജനശ്രദ്ധ നേടിയ കലാകാരനായി മാറിയത്. പുല്ലൂരിലെ സമീപദേശങ്ങളിലെയും വിവിധ കലാസമിതികളിലും ക്ഷേത്രങ്ങളിലും സ്വയം പഠിച്ചെടുത്ത നൃത്തങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ജനശ്രദ്ധ നേടിയ കലാകാരനായി മാറിയത്. സ്വന്തമായി യൂട്യൂബ് ചാനലിലൂടെ വിവിധ കാഴ്ചകളും യാത്രകളും അവതരിപ്പിച്ച് കുട്ടികളുടെ ഇടയിലും ശ്രദ്ധ നേടിയിരുന്നു. അകാലത്തിൽ പൊലിഞ്ഞുപോയ കാശിനാഥിന്റെ ഓർമ്മയ്ക്കായി കാശിസ്നേഹ പുരസ്കാരത്തിനായി നേടിയ സർഗോത്സവം ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നമുക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ ജനിക്കുന്നത് നമ്മളിവിടെ മരിക്കുന്നതെന്ന് നമ്മുടെ ഒരു ഇഷ്ടത്തിനല്ല. നമ്മൾക്ക് ഒരു ദൗത്യം ഇവിടെ തരും. ആ ദൗത്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് P പത്മനാഭൻ അധ്യക്ഷനായി. മാനവികത പുല്ലൂർ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, MG നരേന്ദ്രൻ, മാടിക്കാൽ നാരായണൻ, നന്ദിത സുധാകരൻ, കരുൺ അരവിന്ദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സർഗോത്സവം നടത്തി. വിജയികൾക്ക് പുല്ലൂർ പ്രവാസി കൂട്ടായ്മ രക്ഷാധികാരി ജനാർദ്ദനൻ പുല്ലൂർ വിജയികൾക്ക് കാശിസ്നേഹ പുരസ്കാരം സമ്മാനിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് PM AY പദ്ധതികളിൽ പുതുതായി പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽദാനവും കുടുംബസംഗമവും നടത്തി. CH ടൗൺ ഹാളിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച 63 വീടുകളുടെ താക്കോൽദാനവും ഗുണഭോക്താക്കളുടെ സംഗമവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ ചില്ലിക്കാശും ഏറ്റവും പാവപ്പെട്ടവരെ ലഭിക്കാനുള്ളതാണ് എന്ന ഒരു തിരിച്ചറിവോടുകൂടി ജില്ലാ പഞ്ചായത്തും അതേപോലെ തന്നെ പഞ്ചായത്തും
വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമുക്ക് ഇതൊക്കെ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്തതെങ്കിലും ഇനിയും ആവശ്യപ്പെട്ടാൽ, കാരണം ഇനിയും കുറച്ച് വീടുകൾക്ക് കൊടുക്കേണ്ടുന്ന പൈസ അവരുടെ ബാക്കിയുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഒരു വർഷം 10-12 കോടിയോളം രൂപയാണ് ഭവന പദ്ധതിക്ക് മാത്രം നീക്കിവെക്കുന്നത്. അത് ജനറൽ ഭാഗത്തിൽ, അത് PMAY അതേപോലെ തന്നെ ലൈഫ് ജനറൽ അടക്കമുള്ള പദ്ധതികൾക്കാണ്. CH ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. ലൈഫ് മിഷൻ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ M വത്സൻ പദ്ധതി വിശദീകരണം നടത്തി. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്കും മഹയൂബ വേസ്റ്റ് മാനേജ്മെന്റും ഗുണഭോക്താക്കൾക്കായി അനുവദിച്ച ഗൃഹോപകരണങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഏറ്റുവാങ്ങി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ക്ഷണിതാവായി പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, KV കാർത്തിയായനി, E ശശിധരൻ, ഫായിസ് ബീരിച്ചേരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള വെളുത്തേടത്ത് നായർ സമാജം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അനുമോദന സദസ്സും ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. മുൻ ജില്ലാ പ്രസിഡന്റും സംഘടനയുടെ രക്ഷാധികാരിയുമായ V കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള വെളുത്തേടത്ത് നായർ സമാജം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ വിഷയങ്ങളിൽ വിജയം കൈവരിച്ച സംഘടനയുടെ അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തിയത്. കാഞ്ഞങ്ങാട് സൗത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന ചടങ്ങ് കേരള വെളുത്തേടത്ത് നായർ സമാജം മുൻ ജില്ലാ പ്രസിഡന്റും സംഘടനയുടെ രക്ഷാധികാരിയുമായ V കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ഒരുപാട് മുമ്പിൽ അവരുടെ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു കിടക്കുന്നത്. അവർ ചിന്തിക്കണം, ഞാൻ എന്തായി തീരണം. ഇനി ഞാൻ എന്തായി തീരണം എന്ന് ഞാൻ വിചാരിച്ചാൽ സാധ്യമല്ല. എൻ്റെ കാലം കഴിഞ്ഞു, ഞങ്ങളൊക്കെ കാലം കഴിഞ്ഞു. ഞങ്ങൾക്കാണ് അടുത്ത ലോകം തുറന്നു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ AI-യുടെ കാലമാണ്. എന്തും നേടിയെടുക്കാനുള്ള കഴിവ്, സാമർഥ്യം, അനുകൂല സാഹചര്യം ഇതൊക്കെ നമ്മുടെ സമൂഹം നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ A+ നേടിയ നിങ്ങളെ ആദ്യമായി ഞാൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. KVNS ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ നീലേശ്വരം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V രാധാകൃഷ്ണൻ കാണത്തൂർ സ്വാഗതം പറഞ്ഞു. KVNS സംസ്ഥാന സെക്രട്ടറി KB ശ്രീധരൻ, സംസ്ഥാന വനിതാ സമാജം സെക്രട്ടറി രജിത പ്രമോദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ദാമോദരൻ മരുതളം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV ശശി എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ CV ശ്രീധരൻ ബളാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ 1981 ബാച്ചിലെ സഹപാഠികളുടെ കുടുംബസംഗമം നടന്നു. പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ 60 വയസ്സ് തികഞ്ഞ അംഗങ്ങൾക്ക് ഷഷ്ടിപൂർത്തി ആചരണത്തിന്റെ ഭാഗമായി ഷാൾ അണിയിച്ചു. സഹപാഠി സ്നേഹത്തിന്റെ സ്മരണകൾ ഉണർത്തി സഹപാഠി കൂട്ടായ്മ കുടുംബസംഗമം നടത്തി. പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ 60 വയസ്സ് തികഞ്ഞ അംഗങ്ങൾക്ക് ഷഷ്ടിപൂർത്തി ആചരണത്തിന്റെ ഭാഗമായി ഷാൾ അണിയിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കൂട്ടായ്മ അംഗങ്ങൾക്കും പുരസ്കാര വിതരണം ചെയ്തു. കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. ആരംഭത്തിൽ മൺമറഞ്ഞ സഹപാഠികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനുസ്മരണ ഭാഷണം നടത്തി. കോർഡിനേറ്റർ ശിവരാമൻ ചാലിങ്കാൽ, കൺവീനർ M അശോകൻ നമ്പ്യാർ, AM ദിവാകരൻ, P രാധാകൃഷ്ണൻ, മനോഹരൻ ഏരോൽ എന്നിവർ സംസാരിച്ചു. ഓണസദ്യയുമൊരുക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്മൃതിലയം സംഗീത കൂട്ടായ്മയുടെ 5ാം വാർഷികവും ഓണാഘോഷ പരിപാടിയും നടന്നു. അലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്മൃതിലയം സംഗീത കൂട്ടായ്മയുടെ 5ാം വാർഷികവും ഓണാഘോഷ പരിപാടിയും കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടി MV രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് കരുണ നൽകിക്കൊണ്ട് വേദന അനുഭവിക്കുന്നവർക്ക് നമ്മുടെ ഒരു കരസ്പർശം,
ഒരു വിരൽത്തുമ്പ് കൊണ്ട് നമുക്കവിടെ സ്വാതന്ത്ര്യപ്പിക്കാൻ വേണ്ടി പറ്റും. പൈസ മാത്രമല്ല നമുക്കതൊരു ഘടകം. ഒരുപാട് പ്രശ്നങ്ങളും ദുഃഖങ്ങളും വേദന അനുഭവിക്കുന്നവരും അവരെ നമ്മളൊന്ന് സമാശ്വസിപ്പിക്കുക. അതുതന്നെയാണ് നല്ലൊരു കാര്യം. സ്മൃതിലയം വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് അത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഉള്ള ആളുകൾ തന്നെ നമ്മളിവിടെ ഉണ്ടാകും. ഹരിദാസ് ഗുരുക്കൾ അധ്യക്ഷനായി. വീണ സ്വാഗതം പറഞ്ഞു. രജനി പ്രസാദ്, ഷിജു അമ്പലത്തറ, പുഷ്പ ചെറുവത്തൂർ, പീതാംബരൻ, സജിത് കുമാർ കണ്ണൂത്ത്, സന്തോഷ് ഏഴിമല എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കരോക്കെ ഗാനമേള, വിവിധ കലാപരിപാടികൾ, കായിക പരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരളോണം 2K25 സംഘടിപ്പിച്ചു. സിനിമാ താരം അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പെരളം റെഡിയങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഡിവൈഎഫ്ഐ പെരളം യൂണിറ്റ്, മഹിളാ അസോസിയേഷൻ 1, 2 യൂണിറ്റുകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പെരളത്ത് ഓണാഘോഷ പരിപാടി പെരളോണം 2K25 സംഘടിപ്പിച്ചു. പെരളോണത്തിൽ അംഗൻവാടി കുട്ടികൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, പുരുഷന്മാർ എന്നിവർക്കായി മിഠായി പെറുക്കൽ, ബലൂൺ റൈസ്, നടത്ത മത്സരം, ഓണത്തല്ല് തുടങ്ങി രസകരമായ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വൈകിട്ട് നടന്ന സമാപന യോഗവും അനുമോദന സമ്മേളനവും പ്രമുഖ സിനിമാ താരം അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭരണങ്ങളിൽ വർഷത്തിൽ ഒരു ദിവസം നാട്ടിലേക്ക് വരാൻ കുട്ടികളെ കാണാനുള്ള അവസരമാകുകയും നമ്മളെ കാണാൻ വരികയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നമുക്ക് ഒരുപാട് ദുരിതങ്ങളുടെ വർഷങ്ങൾ, 2018 വെള്ളപ്പൊക്കം, 19 വെള്ളപ്പൊക്കം, 20 മുതൽ 3 വർഷം കൊറോണ, എല്ലാ നിലയിലും മനുഷ്യൻ ബുദ്ധിമുട്ടിയ 4 വർഷം കഴിഞ്ഞാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ സജീവമായി ഓണം ആഘോഷിക്കാൻ തുടങ്ങി. പരിപാടിയിൽ വെച്ച് LSS, USS, SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. പെരളം റെഡിയങ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ടി മനോജ് അധ്യക്ഷത വഹിച്ചു. CPIM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി ടി ബിന്ദു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി കുഞ്ഞിക്കേളു, കെ സീത, പെരളം സെക്കൻഡ് ബ്രാഞ്ച് സെക്രട്ടറി ടി ഹരീഷ്, ഡിവൈഎഫ്ഐ പുല്ലൂർ മേഖല വൈസ് പ്രസിഡന്റ് സുധി ലക്ഷ്മണൻ, മഹിളാ അസോസിയേഷൻ പെരളം സെക്കൻഡ് യൂണിറ്റ് സെക്രട്ടറി കെ ശ്യാമള എന്നിവർ സംസാരിച്ചു. പി നാരായണൻ മത്സരവിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. ഡിവൈഎഫ്ഐ പെരളം യൂണിറ്റ് സെക്രട്ടറി കെ പ്രണവ് സ്വാഗതവും മഹിളാ അസോസിയേഷൻ ഫസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി ടി ഷീബ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടന്നക്കാട് സുന്നി സെന്ററിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു. സമസ്ത കേന്ദ്ര മുഷാവറ വൈസ് പ്രസിഡന്റ് കുമ്പോൾ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു. പടന്നക്കാട് സുന്നി പ്രാസ്ഥാനിക കുടുംബം നിർമ്മിക്കുന്ന CM വലിയുല്ലാഹി മെമ്മോറിയൽ എഡ്യൂക്കേഷൻ സെന്റർ കുറ്റിയടിക്കൽ കർമ്മം സമസ്ത കേന്ദ്ര മുഷാവറ വൈസ് പ്രസിഡന്റ് കുമ്പോൾ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ നിർവഹിച്ചു. സെന്റർ ചെയർമാൻ മുഹമ്മദ് അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. VC അബ്ദുള്ള സഅദി, KPCC അംഗം M ഹസൈനാർ, അബ്ദുൽ ഖാദിർ സഖാഫി ആറങ്ങാടി, അബ്ദുൽ ഹമീദ് മൗലവി കൊളവയൽ, അബ്ദുസത്താർ പഴയ കടപ്പുറം, മടിക്കൈ അബ്ദുള്ള ഹാജി, ബഷീർ മങ്കയം, ഹസൈനാർ മദനി ക്ലായിക്കോട്, ഷിഹാബുദ്ദീൻ അഹ്സനി, നൌഷാദ് ചുള്ളിക്കര, അബ്ദുറഹ്മാൻ ഇർഫാനി എന്നിവർ സംസാരിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ യഥാർത്ഥ ദീന് അള്ളാഹുവിൻ്റെ പഠിപ്പിച്ചത് ആ ദീൻ നാം മനസ്സിലാക്കുന്നത് മഹാനായ നിബിധങ്ങളിൽ നിന്നാണ്. അവിടെ നിന്ന് കാണിച്ചു തന്ന സഹാബികൾ, താബിയങ്ങൾ, താബിയങ്ങളടക്കമുള്ള ഇതുവരെയുള്ള നമ്മുടെ ഉസ്താദന്മാരും മുശായിഖന്മാരും സാദാത്തിന് നേതൃത്വവും. സുലൈമാൻ ഇർഫാനി സ്വാഗതവും സുബൈർ പടന്നക്കാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പള്ളിക്കര പൂച്ചക്കാട് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 14 കുട്ടികളെ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി പള്ളിക്കര പൂച്ചക്കാട്ടെ ഒരു ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഷവർമ കഴിച്ചാണ് ഭക്ഷ്യവിഷബാധയുണ്ടായതെന്ന് സംശയിക്കുന്നു. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ബേക്കൽ പോലീസും വിശദമായ പരിശോധന ആരംഭിച്ചു. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് 19-ന് തുറന്നു നൽകും. മാസങ്ങളായുള്ള ഗതാഗത കുരുക്കിന് ഇതോടെ പരിഹാരമാകുമെന്ന ആശ്വാസത്തിലാണ് കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾ. മലയാളികൾക്ക് എന്നും ലഹരിയാണ് ചെണ്ടമേളം. അത് കൊച്ചുകുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന 50ഓളം പേരുടെ ചെണ്ടമേളമാവുമ്പോൾ അതിന് കൊഴുപ്പിത്തിരി കൂടും. കാസർഗോഡ് അരവത്ത് നാട്യരത്നം കണ്ണം പട്ടാളി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചെണ്ട അരങ്ങേറ്റം താളമേളങ്ങളിലൂടെ വിസ്മയം തീർത്തു. കാഞ്ഞങ്ങാട് KSRTC സബ് ഡിപ്പോയ്ക്ക് ഓണസമ്മാനമായി ലഭിച്ച പുതിയ 2 സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നടന്നു. ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചിങ്ങനിലാവ് എന്ന പേരിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. കാഞ്ഞങ്ങാട് UBMC സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഉത്തംദാസ് T ഉദ്ഘാടനം ചെയ്തു. ആസ്കാലമ്പാടി കർഷക ദമ്പതികളെ ആദരിച്ച് ശ്രദ്ധേയമായി. കർഷക ദമ്പതികളായ രമേശ്വര നായക്കിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയുമാണ് ഊഷ്മളമായ ചടങ്ങിൽ ആദരിച്ചത്. ആസ്കാലമ്പാടിയുടെ കർഷക ദിനാഘോഷം ഗ്രാമത്തിലെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും സന്തോഷം പങ്കിടാനുമുള്ള വേദിയായി മാറി. ചെറുവത്തൂർ കൈതക്കാട് ശാഖ മുസ്ലിം ലീഗ് സമ്മേളനവും ബൈത്തുർ റഹ്മ താക്കോൽ ദാനവും സെപ്റ്റംബർ 10-ന് കൈതക്കാട് നടക്കും. പൊതുസമ്മേളനം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.